ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പം ജോലിക്കിടെയുള്ള വീഡിയോ എടുത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതേ കണ്ടല്ലോ എൻ്റെ പുറകിൽ ആളില്ലാത്ത സമയത്ത് ഇതാ എൻ്റെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വെജിറ്റബിളിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായ കോവയ്ക്ക എന്ന് പറയുമ്പം ഫസ്റ്റ് എനിക്ക് ഏറ്റവും കോവയ്ക്ക കൊണ്ടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി നല്ല എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുത്ത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി അത് മാത്രം പണ്ട് ഞാൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കുമായിരുന്നു. പിന്നെ ഈ കോവയ്ക്ക അരിഞ്ഞിട്ടിട്ട് തീയൽ വെക്കാറുണ്ട്, നല്ല രുചിയാണ്. ഇത് പലയിടത്തും ഈ കോവയ്ക്ക നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ടിട്ട് മീൻകറി പോലെ വെച്ചിട്ട് മീനില്ലാത്ത ദിവസങ്ങളിൽ മീൻ വരെ കോവയ്ക്ക ഇട്ട് കറി വെക്കാറുണ്ട്. പിന്നെ കോവയ്ക്ക അച്ചാർ ഇടാറുണ്ട് പലരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ കോവയ്ക്കൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും കോവയ്ക്ക എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ വെജിറ്റബിളിൻ്റെ ഇംഗ്ലീഷ് നാമം ഐവി ഗാർഡ് എന്നാണ്. ഇത് നീളം കോവയ്ക്ക ഉണ്ടാകാറുണ്ട്, നീളം കുറഞ്ഞ കോവയ്ക്ക ഉണ്ടാകാറുണ്ട്. ഇതൊരു വള്ളിച്ചെടിയാണ്. ഈ കോവയ്ക്കയുടെ ഇല തോരൻ വെക്കാനും വളരെ നല്ലതാണ്. ഏറെ പോഷകങ്ങളടങ്ങിയതാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ ആകുമ്പോൾ നമുക്ക് നല്ല രുചിയാണ്. അത് അങ്ങനെ തന്നെ കഴിക്കാൻ, പച്ചയ്ക്ക് വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇത് മെഴുക്ക് പുരട്ടിയായിട്ട് ഉപയോഗിക്കാം, ഇത് അച്ചാറിടാം, തീയൽ വെക്കാം. നല്ല രുചിയാണ് ഇതിന്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. ഇത് പന്തലാക്കിയാൽ നമ്മളെ മുറ്റത്തിന് നമ്മൾ ഒരു പന്തലാക്കി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ കോവയ്ക്കായും കിട്ടും, നമ്മളെ മുറ്റത്തൊരു തണൽ നല്ല തണുപ്പും കിട്ടും, തോരൻ വെക്കാൻ ഇലകളും കിട്ടാറുണ്ട്. കീടബാധയൊന്നും ഇതിനെ അധികം ബാധിക്കാറില്ല എന്നാൽ ഒട്ടും ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കീടനാശിനി ഉപയോഗിക്കേണ്ടിയും വരാറില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാനും കഴിക്കാനും പറ്റുന്ന ഒരു വെജിറ്റബിൾ ഐറ്റമാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. ദിവസവും കോവയ്ക്ക ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഹൃദയം, തലച്ചോറ്, വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തിന് ഇതിലുള്ള ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കി ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. ഈ കോവയ്ക്കയുടെ ഇല ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഇത്തിരി നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ. ഇനി ഈ പൊടി 1 ടീസ്പൂൺ വീതം 3 നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് സേവിച്ചാൽ സോറിയാസിസ്, അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. ആ സോറിയാസിസ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. വയറിളക്കത്തിന് ഔഷധമായി ഇതിൻ്റെ ഇലയുടെ നീര് ഉപയോഗിക്കാൻ പറ്റും. ഇനി 1 ടീസ്പൂൺ കോവയില നീര് ഒരു ചെറിയ കപ്പ് തൈര് ചേർത്ത് ദിവസവും 3 നേരം കഴിച്ചാൽ നമ്മുടെ മലശോധന സാധാ രീതിയിലാകും. മലശോധന കറക്റ്റ് ആവുന്നവരെ നിങ്ങളിങ്ങനെ 1-2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന കാലം വരേക്കും മലശോധനയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മതി. നമ്മൾ മീനൊന്നും ഇല്ലാത്ത സമയത്ത് മീൻകറിക്ക് പകരമായിട്ട് ആ കറിയുടെ അരപ്പ് വെച്ചിട്ട് മീനിന് പകരം ഇത് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് മീൻകറി പോലെ വെക്കാറുണ്ട്. ഇനി പ്രമേഹ രോഗികൾ ഇത് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇതൊരു പ്രകൃതിദത്ത ഇൻസുലിനാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. അപ്പം അവരുടെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഈ കോവയ്ക്ക കഴിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കും. ഇത് നിത്യവും ഉപയോഗിച്ചാൽ പ്രമേഹം വരാനുള്ള സാധ്യത കുറയും. ഒരു പ്രമേഹ രോഗി ഒരു ദിവസം 100 ഗ്രാം കോവയ്ക്ക കഴിച്ചാൽ അവരുടെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും അത് സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി 10 ഗ്രാം വീതം ദിവസവും 2 നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാലും ഇൻസുലിൻ്റെ ഫലം ലഭിക്കും. അപ്പം നമ്മൾ ഇനി കോവൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പടത്തി വിടുക. അതിൻ്റെ ഇല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി പിഞ്ചായിട്ട് നിൽക്കുന്ന കോവയ്ക്ക അങ്ങനെ പിച്ചി തിന്നാം, അതല്ല വളർന്നാലും കോവയ്ക്ക പിച്ചി തിന്നാം, അതല്ല പഴുത്താലും കോവയ്ക്ക പിച്ചി തിന്നാം. ഇനി കറി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കോവയ്ക്ക ഉപയോഗിക്കാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.